നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. This is my number. You call me. അക്ഷരയുടെ ഉത്തരം എസ് എന്നാണെങ്കിൽ ഇതൊക്കെ ഒരുപാട് പഴയ നമ്പറാ. ഒരുപാട് പേര് ഉപയോഗിച്ച് പഴകി തേഞ്ഞു പോയത്. ഇതിന് വർക്ക്ഔട്ട് ആവില്ല. പ്ലീസ് യു മേ ഗോ. എന്നിട്ട് പുതിയത് വല്ലതും ഉണ്ടെങ്കിൽ പോയി പഠിച്ചിട്ട് വാ. ഇതിലൊന്നും ഇനി ഞാൻ വീഴില്ല. കഴിഞ്ഞ ദിവസം താൻ വന്നിട്ട് പോയപ്പോ തന്നെ ഈ രണ്ടാം വരവ് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഇത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. ഇവിടെ നടക്കുന്ന ലോക്കൽ ഷോസിനെ കുറിച്ച് മാത്രമല്ല, മുംബൈയിലും ബാംഗ്ലൂരിലും കൽക്കട്ടയിലും നടക്കുന്ന ഫാഷൻ ഷോസിനെ കുറിച്ചൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. അതിൽ പങ്കെടുക്കണമെന്ന് തോന്നുമ്പോ പങ്കെടുക്കാനും എനിക്കറിയാം. തന്റെ കയ്യിലുള്ളതിനേക്കാൾ വലിയ ഇന്റർനാഷണൽ ക്ലയൻസ് ഒക്കെ എന്റെ കയ്യിലുണ്ട്. പുതിയ അക്ഷരെ തനിക്കറിയില്ല. പ്ലീസ് യു മേ ഗോ. എന്റെ ഓഫർ നിരസിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ആലോചിച്ച് നോക്ക്. ഹലോ ഡോക്ടർ. ഞാൻ അക്ഷരയുടെ ഒരു പഴയ ഫ്രണ്ടാ. അങ്കിളിന് സുഖമില്ലെന്ന് അറിഞ്ഞോണ്ട് വന്നതാ. ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. എനിവേ നൈസ് ടു മീറ്റ് യു. ഇറങ്ങട്ടെ, കാണാം. How are you, Narendran? Not fine. രാത്രി നല്ല തിരക്കായിരുന്നു. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഞാൻ അക്ഷരയുടെ ഒരു പഴയ ഫ്രണ്ടാണ്. Anyway, nice to meet you. വീട് വിറ്റോ? വീട് ഞാൻ വിൽക്കും. അതിലിപ്പോ എന്റെ എത്ര സംശയം. അതിനുള്ള ഏർപ്പാടുകളൊക്കെ സുധേട്ടന്റെ അച്ഛൻ ചെയ്തോളൂ. കളിയാക്കാൻ നല്ല മിടുക്കനല്ലേ? ഞാൻ കാര്യമായിട്ട് ചോദിച്ചാടോ. എനിക്ക് മനസ്സിലായി. അതെ, കൂടിപ്പോയ ഒരാഴ്ച, അതിനകം വീടിന്റെ കച്ചവടം റെഡിയാവും.
എത്ര നിസ്സാരമായിട്ടാ നീ ഇത് പറയുന്നത്. നിനക്ക് ഒട്ടും വിഷമമില്ലേ? ഇല്ല. അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പോ എന്തിനാ വീട്? നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയ ആ പുതിയ വീട്ടിലേക്കല്ലേ പോകുന്നത്? എന്താ ചിരിച്ചേ? ഒന്നുമില്ല. കാര്യം പറയ് സുധിയേട്ടാ. ആ വീട്ടില് താമസിക്കാൻ സുധിയേട്ടന് ആഗ്രഹമില്ലേ? എന്റെ ആഗ്രഹമല്ലല്ലോ പ്രശ്നം. അതിനു മുമ്പ് ആ വീട് മിക്കവാറും ബാങ്കുകാർ കൊണ്ടുപോകും. അതിന് ഞാനത് വിട്ടുകൊടുത്തെങ്കിലല്ലേ? സുധിയേട്ടാ, എനിക്ക് ചില പ്ലാനുകളൊക്കെ ഉണ്ട്. എന്ത് പ്ലാൻ? ബാങ്കുകാർക്കെന്നല്ല, ആർക്കും ഞാൻ ആ വീട് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും ദേവു? എന്നെ കൊണ്ടേ സാധിക്കൂ. സുധിയേട്ടൻ നോക്കിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന്. വീട് വിറ്റാൽ ഒരു 10-40 ലക്ഷം രൂപയെങ്കിലും കിട്ടും. സുധിയേട്ടന്റെ ചികിത്സ കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് പണം ബാക്കിയുണ്ടാവും. ആ പണം ഞാൻ ബാങ്കിൽ അടയ്ക്കും. അതുകൊണ്ടും തീരുന്നില്ലല്ലോ, പിന്നെയും പണം വേണ്ടേ? അത് ഞാൻ ജോലിക്ക് പോവും. എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്. എവിടെയെങ്കിലും ഒരു ജോലി കിട്ടാതിരിക്കില്ല. പിന്നെ PSCയുടെ 1-2 ലിസ്റ്റിലുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ലേ? ഭാഗ്യമുണ്ടെങ്കിൽ സർക്കാർ ജോലി തന്നെ കിട്ടും. സുധിയേട്ടനെ നോക്കാനും പിന്നെ വീടിന്റെ ലോൺ അടയ്ക്കാനൊക്കെ എന്നെക്കൊണ്ട് സാധിക്കും. ഇതിനകം നീ ഇത്രയൊക്കെ പ്ലാൻ ചെയ്തോ? സുധിയേട്ടൻ പിന്നെ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് സുധിയേട്ടാ. ഇന്നലെ നിരഞ്ജൻ സാറ് വിദേശത്തുനിന്ന് വരുന്ന ജോൺ മാത്യു ഡോക്ടറെ കുറിച്ച് പറഞ്ഞായിരുന്നു. അതിനൊക്കെ ഇനി ഒരുപാട് പണം വേണ്ടേ? സുധിയേട്ടാ, 3 മാസത്തിലൊരിക്കല് അദ്ദേഹം ഇവിടെ വന്ന് ഫ്രീ ആയിട്ടാ സർജറി നടത്തുന്നത്. നല്ല മനുഷ്യനാണെന്നാ നിരഞ്ജൻ ഡോക്ടർ പറഞ്ഞത്. ഇങ്ങനെയുള്ള ഡോക്ടർമാരൊക്കെ ഇക്കാലത്തുണ്ടോ എന്നുള്ളതാ എനിക്ക് അത്ഭുതം. അല്ലേ സുധിയേട്ടാ? എന്നെ സന്തോഷിപ്പിക്കാൻ നീ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് അല്ലേ? ഞാൻ പിന്നെ എന്ത് വേണം? കരയണോ? അതോ ഏത് നിമിഷവും മുറി അടച്ചിരിക്കണോ? അതിനൊന്നും എന്നെ കിട്ടില്ല. വന്നതൊക്കെ വന്നു സുധിയേട്ടാ. അതിന്റെ പേരിൽ തളർന്നിരിക്കാനൊന്നും എന്നെ കിട്ടില്ല. നമ്മൾ ഫൈറ്റ് ചെയ്യണം, എന്നിട്ട് വിധിയെ തോൽപ്പിക്കും. നമ്മുടെ സ്നേഹത്തിന് മുൻപിൽ വിധി പോലും തോറ്റുപോകും. അതെ, തോറ്റുപോയി. ദേവികയുടെ മുമ്പിൽ ഞാൻ തോറ്റുപോയി. മറ്റാരായിരുന്നെങ്കിലും ആ ചെക്ക് വാങ്ങിയാനെ. അവൾ ഇപ്പോഴും എനിക്കൊരു അത്ഭുതമാടും. സ്വന്തം ഭർത്താവിനെ രക്ഷിക്കാൻ അവൾ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ എനിക്കൊരു അത്ഭുതമായിട്ടാ തോന്നുന്നത്. ഇതിലൊട്ടും അത്ഭുതമില്ലേ ഡോക്ടർ? ഈ സ്നേഹം എന്നൊക്കെ പറഞ്ഞ അത് ഇതാ. സുധി അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ അവളോ സ്വന്തം ജീവിതം അവന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് ഈ ഭൂമിയിൽ സ്നേഹിക്കാൻ പറ്റുമോ സ്വാമി? എന്റെ പൊന്നു ഡോക്ടറെ, കല്യാണം കഴിഞ്ഞിട്ട് അവർക്കൊന്നും സ്വപ്നം കാണാനുള്ള നേരം കൂടി കിട്ടിയില്ല. അതിനു മുമ്പ് ഈ അവസ്ഥയിലായി. ഞാൻ ആ കുട്ടിയുടെ അച്ഛനോട് വിശദമായി സംസാരിച്ചിരുന്നു. ഈ കല്യാണം നടത്തരുതെന്ന് ഏതോ ഒരു ജ്യോത്സ്യം പറഞ്ഞതായിരുന്നു. എന്ത് ചെയ്യാനാ, ആ പയ്യനെ ശരിക്കും നിർബന്ധിച്ചത്. കല്യാണമൊക്കെ നടത്തി. പക്ഷെ ദൈവം അവർക്കിട്ടൊരു പണി കൊടുത്തു. മനുഷ്യർക്ക് പണി കൊടുക്കുന്നതാണോ ദൈവത്തിന്റെ ജോലി? ഈ ദൈവം എന്ന് പറഞ്ഞ കക്ഷിക്ക് ഇടയ്ക്കിടയ്ക്ക് ചില തമാശകളൊക്കെ തോന്നും. നമ്മളിങ്ങനെ സന്തോഷിച്ച് ചിരിക്കുന്ന കാണുമ്പം പുള്ളിക്ക് അത് അത്ര അങ്ങോട്ട് പിടിക്കത്തില്ല. അപ്പ ചിലപ്പം ചില തമാശകളൊക്കെ മൂപ്പരങ്ങോട്ട് കാണിക്കും. അതോടെ നമ്മളെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അല്ല, ഡോക്ടർക്കും കിട്ടിയല്ലോ ഇവിടെ ഒരു പണി, സ്വന്തം ഭാര്യയുടെ രൂപത്തില്. അത് താൻ എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ സ്വാമി. ഞാനൊരു തമാശ പറഞ്ഞു എന്നുള്ളൂ. അല്ല ഡോക്ടർ, ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ജയശങ്കർ സാറിന് കാണാൻ വന്നൊരു ചെക്കനില്, അവനാരാ? എവിടെയോ കണ്ടതുപോലെ.
പക്ഷെ ഓർമ്മ ശരിക്കും അങ്ങോട്ട് കിട്ടുന്നില്ല. പക്ഷേ അക്ഷര മേഡത്തിനും ജയശങ്കർ സാറിനും ആ പയ്യനെ ശരിക്കും അറിയാം. അറിയില്ലെങ്കിൽ പിന്നെ ആ പയ്യൻ സാറിന്റെ സുഖവിവരം അന്വേഷിച്ച് വരില്ലല്ലോ. എവിടെയോ കണ്ടു മറന്ന് ആരുടെ ചായ ഉണ്ടാ ചക്കൻ. ആ, താൻ ഈ ഗ്ലാസ് കൊണ്ട് വെച്ചിട്ട് എന്റെ ഡ്രസ്സ് എടുത്ത് വെക്കാം. എനിക്ക് ഉടനെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോകണം.